നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മോശം പ്രകടനമായിരുന്നു ജർമ്മൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ തോമസ് തുഷേലിനെ പുറത്താക്കാൻ ക്ലബ്ബ് തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഇക്കാര്യം അവർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം തോമസ് തുഷേൽ ക്ലബിന്റെ പരിശീലക സ്ഥാനത്തുണ്ടാവില്ല, അദ്ദേഹം ക്ലബ്ബ് വിടും എന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയാൽ പോലും ഇക്കാര്യത്തിൽ മാറ്റം ഉണ്ടാകില്ല എന്നായിരുന്നു ബയേണിന്റെ ഡയറക്ടർ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഏതായാലും ബയേണിന് ഒരു പുതിയ പരിശീലകനെ അടുത്ത സീസണിലേക്കായി കൊണ്ട് ആവശ്യമുണ്ട്. ബയർ ലെവർക്യൂസന്റെ സാബി അലോൺസോയായിരുന്നു അവർ ആദ്യം സമീപിച്ചിരുന്നത്. എന്നാൽ സാബി ഇത് നിരസിച്ചുകൊണ്ട് ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് നഗൽസ്മാനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. പക്ഷെ അദ്ദേഹവും ബയേണിനോട് നോ പറയുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ റാൾഫ് റാഗ്നിക്കിന് വേണ്ടിയായിരുന്നു അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നത്. പ്രൊജക്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അദ്ദേഹവും ബയേണിനോട് നോ പറഞ്ഞു. ഇങ്ങനെ 3 പരിശീലകർ ഇതിനോടകം തന്നെ ബയേണിനോട് നോ പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ലബിന്റെ പരിശീലകന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 4 പേരുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലൊരു പരിശീലകൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡച്ച് പരിശീലകനായ എറിക് ടെൻ ഹാഗ് ആണ്. പ്രമുഖ ജേർണലിസ്റ്റായ ക്രിസ്റ്റ്യൻ ഫോക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജൂലിയൻ ലോപ്പറ്റുഗി, ബെൻഫിക്കയുടെ റോജർ ഷെമിഡ്, ബ്രൈറ്റന്റെ റോബർട്ടോ ഡി സെർബി എന്നിവരാണ് മറ്റ് 3 പരിശീലകർ. ഈ സീസണിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എറിക് ടെൻ ഹാഗിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബയേൺ മ്യൂണിക്ക് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ടെൻ ഹാഗിന് കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത്. പക്ഷെ അയാക്സിലെ ടെൻ ഹാഗിന്റെ മികവ് പരിഗണിച്ചുകൊണ്ടാണ് ബയേൺ മ്യൂണിക്ക് ഇപ്പോൾ ഈ ഒരു പരിശീലകനെ പരിഗണിച്ചിട്ടുള്ളത്. എത്രയും വേഗത്തിൽ പുതിയ ഒരു പരിശീലകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു ജർമ്മൻ ക്ലബ് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.